വെൽക്കം ടു കെ ഫോർ കിസാൻ. ഇന്ന് നമ്മൾ നിൽക്കുന്നത് എൻ്റെ നാടായ പെരുന്തവണ്ണ തന്നെയാണ്. എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു സംരംഭം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു സംരംഭമാണ്. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് ഇങ്ങനെ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ ഒരു ഐഡിയാസ് എൻ്റെ പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങുന്നുണ്ട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എനിക്ക് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും ഞാൻ പിന്നെ ഫോളോ അപ്പ് ചെയ്തില്ല. അപ്പോൾ ഇപ്പോൾ അടുത്താണ് പുള്ളിക്കാരനെ കണ്ടത്. അപ്പോൾ ഇങ്ങനെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ജസ്റ്റ് 2 ദിവസം മുമ്പ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നു. അപ്പോൾ എനിക്കൊരു നല്ലൊരു പരിപാടിയായിട്ട് തോന്നി. കാരണം ഞാൻ യൂട്യൂബിൽ അവിടെ ഇവിടെയൊക്കെ 1-2 വീഡിയോസ് കണ്ടു എന്നല്ലാണ്ട് എനിക്കിതിനെപ്പറ്റി വലിയൊരു ധാരണയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ഞാൻ അവനോട് ചോദിച്ചു. അപ്പോൾ അവനും കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. അപ്പം ഇത് പിന്നെ ഒരു ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടൊരു സംഭവമാണ്. പിന്നെ നമ്മുടെ മേഖലയായിട്ട് ചെറിയ ബന്ധമൊക്കെ ഉണ്ട്. അപ്പം എനിക്ക് തോന്നി ഈ സംഭവം നിങ്ങളെല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ സംരംഭത്തിൻ്റെ പേര് കണ്ടോ, ഹെൽത്തി എർത്ത് എന്നാണ്. ബാക്കിയുള്ള നമ്മുടെ സംരംഭകനെയും ഈ സംരംഭമൊക്കെ നമുക്ക് ഉള്ളിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ സംരംഭം. മൈക്രോ ഗ്രീൻസ് എന്നാണ് ഇതിന്റെ പേര്. അവർ ഹെൽത്തി എർത്ത് എന്ന ബ്രാൻഡിലാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇതിന്റെ ഉടമകളായ നമ്മുടെ അഖിലിനെയും അതേപോലെ തന്നെ യാസിനെ നമുക്ക് ക്ഷണിക്കാം. ഇതാണ് യാസിൻ, ഇതാണ് അഖിൽ. അപ്പൊ അഖില്, എന്താണ് നമ്മുടെ സംരംഭം, എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. അതായത് മൈക്രോ ഗ്രീൻസ് എന്ന് പറയുന്നത്, നമ്മളിപ്പോ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്പ്രൗട്ട്സ് ഒക്കെ കഴിക്കാറുണ്ട്. അതായത് ചെറുപയറും അങ്ങനത്തെ ചെറുധാന്യങ്ങളൊക്കെ നമ്മൾ മുളപ്പിച്ച് കഴിക്കാറുണ്ട്. അത് നമ്മൾ കഴിക്കുന്നത് ഭയങ്കര പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെയുള്ള ഒരു മൈക്രോഗ്രീൻ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റിന്റെ സ്റ്റേജ് ആണ്. അതായത് ഒരു വിത്ത് ഇട്ട് ആ വിത്ത് മുളച്ച് അതിന്റെ ആദ്യത്തെ 2 ഇല വരുന്ന സ്റ്റേജാണ് മൈക്രോഗ്രീൻ സ്റ്റേജ്. ഈ സ്റ്റേജിനകത്ത് ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്നത് നമ്മളൊരു പൂർണ്ണ വളർച്ചയിലെത്തിയ പച്ചക്കറി കഴിക്കുന്നതിനേക്കാളും 40 മടങ്ങ് ഗുണങ്ങൾ അധികമാണ്. അതായത് ഒരാള് ഒരു ദിവസം ഏകദേശം ഒരു 25 ഗ്രാം മൈക്രോഗ്രീൻസ് കഴിക്കുകയാണെങ്കിൽ ആൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള ഒരു ദിവസത്തെ കിട്ടേണ്ടതായിട്ടുള്ള കൂടുതൽ പ്രോട്ടീൻസും ന്യൂട്രിയൻസും കാര്യങ്ങളൊക്കെ മൈക്രോഗ്രീൻസിന്റെ അകത്തുനിന്ന് കിട്ടുന്നതാണ്. പലർക്കും ഇതിനെപ്പറ്റി വലിയ ധാരണ ഇല്ല. അതായത് നമ്മൾ പലപ്പോഴും ചില ആളുകളൊക്കെ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താണ് പുല്ലാണോ മുളപ്പിക്കുന്നത്, നല്ല രീതിയിൽ എന്തോ ഒരു പുല്ല് മുളപ്പിക്കുന്നു എന്നുള്ളൂ. മൈക്രോഗ്രീൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ, അതായത് ഒരു വിത്ത് മുളച്ച് ആ ചെടിയുടെ ആദ്യത്തെ 2 ഇല വരുന്ന സ്റ്റേജ്, അതാണ് മൈക്രോഗ്രീൻ സ്റ്റേജ് എന്ന് പറയുന്നത്. നമ്മൾ ഈ സമയത്ത് ഇത് കഴിക്കുന്നത്, അത് ഞാൻ സൂചിപ്പിച്ചു, 40 മടങ്ങ് ഗുണങ്ങൾ അധികമാണ്. അതായത് ഒരു പൂർണ്ണ വളർച്ചയിലെത്തിയ പച്ചക്കറി കഴിക്കുന്നതിനേക്കാൾ 40 മടങ്ങ് ഗുണങ്ങൾ അധികമാണ്. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മളിത് എപ്പോഴും കഴിക്കാൻ പറയുന്നത് പച്ചയ്ക്ക് കഴിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള കോൺസെപ്റ്റ്. അതായത് നമ്മളിപ്പോ പച്ചയ്ക്ക് കഴിക്കുമ്പോഴേ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഘടകങ്ങൾ നമുക്ക്, അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. അതല്ല നമ്മൾ വേവിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതിന്റെ ജലാംശവും മറ്റുമെല്ലാം ബോയിൽ ചെയ്ത് കളയുമ്പോൾ അത് അങ്ങനെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ പച്ചയ്ക്ക് കഴിക്കാനുണ്ടാവും. നമുക്കിത് മറ്റ് സലാഡ്സോ അതല്ലെങ്കിൽ ഒരു നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം, കറികളൊക്കെ ഉണ്ടാക്കിയതിനു ശേഷം അതിൽ സെർവ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ ചൂടാറിന് ശേഷം അതിന്റെ മുകളിൽ ഇട്ടിട്ടൊക്കെ നമുക്കിത് കഴിക്കാം. സലാഡ്സ് ഒക്കെ ആക്കിയിട്ടൊക്കെ നമുക്കിത് കഴിക്കാം. നല്ല ബർഗറോ അങ്ങനെ നമ്മൾ വെജിറ്റബിൾ ഇത്തരം സാധനങ്ങൾ കുക്ക് ചെയ്യാണ്ട് കഴിക്കുന്ന എന്തിലും നമുക്ക് ഉപയോഗിക്കാം. അതല്ല കുക്ക് ചെയ്ത് കഴിക്കുന്നതിന്റെ ഒപ്പം അത് ചൂടാറിയതിന് ശേഷം അതിന്റെ മുകളിൽ തൂവിയിട്ട് നമ്മൾ മല്ലിയിലൊക്കെ തൂവുന്ന പോലെ കറികളിലൊക്കെ അങ്ങനെ തൂവിയിട്ടും ഇത് കഴിക്കാം. പിന്നെ ഒരു രീതി എന്താ വെച്ചാൽ നമുക്കിത് ആവിയിൽ പുഴുങ്ങി കഴിക്കാം. നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് ആഡ് ചെയ്തിട്ട് അങ്ങനെ നമുക്ക് ആ രീതിയിലേക്കും ഇതിനെ കൺസ്യൂം ചെയ്യാവുന്നതാണ്. ഈ മൈക്രോഗ്രീൻസ് ഒരാൾ ഒരു ദിവസം എത്ര കഴിക്കേണ്ടി വരും? നമുക്ക് ഒരാൾ ശ്രദ്ധിക്കേണ്ടത്, ഒരാൾക്ക് ഒരു ദിവസം 25 ഗ്രാമിൽ കൂടുതൽ മൈക്രോഗ്രീൻസ് കൺസ്യൂം ചെയ്യേണ്ടതാണ്. മാക്സിമം പോയി കഴിഞ്ഞാൽ 25 ഗ്രാം, അത്ര മാത്രം ആള് ഒരു ദിവസം കഴിച്ചാൽ മതി എന്നാണ്. നമ്മളിത് പലതും പല സ്റ്റേജാണ് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് നമ്മൾ എത്ര ദിവസം കഴിഞ്ഞാലാണ് നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാനാവും? നമ്മൾ 7 ദിവസം കഴിഞ്ഞാലാണ് മൈക്രോഗ്രീൻസ് ഹാർവെസ്റ്റ് ചെയ്യാറ്. ഇപ്പൊ ഇതൊക്കെ നമുക്ക് നാളെ ഹാർവെസ്റ്റ് ചെയ്യാനുള്ളതാണ്, ഇത് മറ്റന്നാൾക്ക് ഹാർവെസ്റ്റ് ചെയ്യാനുള്ളതാണ്, ഇത് അതിനെ കഴിഞ്ഞിട്ട് ഹാർവെസ്റ്റ് ചെയ്യാനുള്ളത്. ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അറിയാലോ, പലതും പല കളറാണ്, നല്ല കളർഫുൾ ആയിട്ട് തോന്നുന്നുണ്ട്. അവിടെ വയലറ്റ് ഉണ്ട്, റോസ് ഉണ്ട്, അതുപോലെ തന്നെ പല കളറായിട്ടുണ്ട്. ഇവിടെ കുറെ വെറൈറ്റീസ് ഉണ്ട്. അപ്പൊ ഇത് ഏതൊക്കെയാണ് നമുക്ക് അതിലോട് ചോദിച്ചത്. നമ്മളിപ്പോ ഏകദേശം ഒരു 13 വെറൈറ്റി നിലവിൽ ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി വെറൈറ്റീസ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. പിന്നെ ഇതിലുള്ളത് ഇപ്പോ ഇത് റാഡിഷ് പർപ്പിൾ സാങ്കോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ്. ഇത് നമ്മുടെ അർഗുളയാണ്, ഇത് ബീട്രൂട്ടിന്റെ ആണ്, ഇത് സ്പിനാച്ചിന്റെ ആണ്. അങ്ങനെ നമുക്ക് ഏകദേശം ഒരു 13 വെറൈറ്റീസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ ഓരോ ബോക്സ് ആയിട്ട്, അതായത് ഓരോന്നും ഓരോ ബോക്സ് ആയിട്ട് നമ്മൾ സാധാരണ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിക്സ് പാക്ക് ആയിട്ട് ആ രീതിയിലേക്കും
നമ്മൾ ആളുകളിലേക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഇതിന് എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് വളങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും നിങ്ങൾ ചെയ്യുന്നുണ്ട് ഇതിന്? ഇല്ല, നമ്മൾ ഇത് വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് മീഡിയം എന്ന് പറയുന്നത് കൊക്കോപിറ്റ് ആണ്. ലോ ഈസി കൊക്കോപിറ്റ് ആണ് നമ്മൾ ഇതിനെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന മീഡിയം. അപ്പോൾ അത് നമ്മൾ എടുത്ത് ഒന്നുകൂടി വാഷ് ചെയ്ത് ആ രീതിയിലേക്ക് ആണ് നമ്മൾ ഇതിനെ സീഡ് ഇട്ട് അങ്ങനെയാണ് വളർത്തുന്നത്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ സീഡാണ്. ഇതിന്റെ സീഡ് ഉപയോഗിക്കേണ്ടത് നോൺ GMO സീഡുകളാണ്. ജനറ്റിക്കലി ഒരു മാറ്റങ്ങളും വരുത്താത്ത പ്യൂർ ആയിട്ടുള്ള ഓപ്പൺ പോളിനേഷനിൽ ആയിട്ടുള്ള നല്ല ഏറ്റവും ജെനുവിൻ സീഡ്സ് മാത്രമേ നമുക്ക് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് കൃത്യമായിട്ടുള്ള മൈക്രോഗ്രീനിന്റെ ആ ഒരു ഗുണം നമുക്ക് കിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങൾ നമുക്ക് യാസിനോട് ചോദിക്കാം. യാസിൻ, ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ കസ്റ്റമറിലേക്ക് എത്തിക്കുന്നത്? എങ്ങനെയാണ്? ഞങ്ങളിത് 7 ദിവസം കഴിയുമ്പോഴാണ് ഇതിന്റെ ഹാർവെസ്റ്റിംഗ് പീരീഡ്. അതെ. അപ്പൊ നമുക്കിത് 7 ദിവസം കഴിഞ്ഞാണ് നമുക്ക് കസ്റ്റമർക്ക് എത്തിക്കാനുള്ളതാണ്. അപ്പൊ ഇത് ഹാർവെസ്റ്റ് ചെയ്യാം അല്ലേ? കട്ട് ചെയ്ത് കാണിക്കാം. അതെ. കട്ട് ചെയ്യാൻ അപ്പൊ നമ്മളിത് ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാ അല്ലേ? അതെ അതെ. നല്ല ഹൈജീനിക് ആയിട്ടാണ് ചെയ്യുന്നത്. വേര് പെടാൻ പാടില്ല. അതെ. ഒരെണ്ണം നോക്കട്ടെ, ഇത് കഴിക്കാൻ പറ്റും. എന്താ അതിന്റെ ടേസ്റ്റ് എന്ന് അറിയണല്ലോ. സീഡിന്റെ ഷെൽ ഉണ്ടാവും, അതൊന്നും കളഞ്ഞാൽ മതി അല്ലേ? എന്നോട് ഹാർവെസ്റ്റ് ചെയ്യട്ടെ. ഇത് റാഡിഷ് കേട്ടോ. കുറച്ച് എരിവുള്ള ടൈപ്പാണ്. അതെ, ഫസ്റ്റ് നല്ലൊരു ഗ്യാസും ആയിരിക്കും. ഇത് കഴിക്കാൻ ഒരു എരിവ്, അങ്ങനെ ഓവർ എരിവല്ല, ഒരു നാക്കിന് കൺട്രോൾ ചെയ്യാൻ പറ്റും ചെറിയൊരു എരിവ്, ഒരു കുത്തലുണ്ടാവും. എനിക്ക് തോന്നാൻ മറ്റേ പറമ്പിലൊക്കെ മറ്റൊരു ഗ്യാസുള്ളൊരു ചെടി ഉണ്ടാവും, ഒരു സൂര്യകാന്തി വരയ്ക്ക് ചെറുത്, അതിൻ്റെ ഒക്കെ ഒരു. അതെ, ഞാൻ അതൊക്കെ നമ്മൾ പറമ്പിലായതുകൊണ്ട് പിന്നെ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുമല്ലോ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് എനിക്ക് തോന്നുന്നു. ഇതിപ്പോ നമുക്ക് എത്ര ദിവസം ഇത് കേടാവാണ്ടിരിക്കും? 7 ദിവസം കിട്ടും. പക്ഷെ ഫ്രിഡ്ജിൽ വെക്കണം നമ്മളത്. അതെ, ബോക്സ് ആയി കഴിഞ്ഞാൽ 7 ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഫ്രിഡ്ജിൽ വെക്കണം എന്ന് മാത്രം. അപ്പൊ നമ്മള് അത്യാവശ്യത്തിന് നമ്മൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ? ഇത് എങ്ങനെയാണ് ഇതിന്റെ പാക്കിങ്? എങ്ങനെയാ? ഇത് 80 ഗ്രാം മുതൽ 100 ഗ്രാം വരെയാണ് ഒരു ബോക്സിലാവാൻ പാടുള്ളൂ. കാരണം ടൈറ്റായി പാക്ക് ചെയ്യാൻ പറ്റില്ല. ടൈറ്റായി പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേഗം കേടുവരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടൈറ്റായി പാക്ക് ചെയ്യാറില്ല. 80 മുതൽ 100 ഗ്രാം വരെയാണ് പാക്ക് ചെയ്യാറ്. നിങ്ങളുടെ ബ്രാൻഡ് ആയില്ലേ? ഇനി ഇത് നമുക്ക് എങ്ങനെയാണ്, എത്ര ദിവസം ഇതിന്റെ ഡേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് മെൻഷൻ ചെയ്യുന്നത്? നമ്മള് ഇതിൽ എഴുതിയിട്ടുണ്ട് ബെസ്റ്റ് ഫോർ 7 days. നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യണ അന്ന് തന്നെയാണ് ഇത് കൊടുക്കല് കസ്റ്റമേഴ്സിന്. അന്നത്തെ ഡേറ്റ് നമ്മൾ എഴുതും. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ്. നമ്മളിവിടെ പല വെറൈറ്റീസ് ചെയ്യുന്നുണ്ട്, അപ്പൊ അതിന് പലതും പല ഗുണങ്ങളാണല്ലോ. അതെങ്ങനെ നിങ്ങൾ ഇതിൽ മെൻഷൻ ചെയ്യും? അതെ, ഓരോന്നിനും ഓരോ ലേബലാണ്. ഇത് റാഡിഷ് വൈറ്റ് മൈക്രോഗ്രീൻസ് ആണ്. ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് സെപ്പറേറ്റ് ലേബൽ, ഓരോന്നിന്റെയും ഓരോ ലേബൽ ഉണ്ട് നമുക്ക്. അപ്പൊ നമ്മൾ ഇവരുടെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ചോദിച്ചു നോക്കും. പിന്നെ അഖിലേ, എനിക്ക് തോന്നിയത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ നിങ്ങളെ റൂമും കാര്യങ്ങളും AC കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നി ഇത് അത്യാവശ്യം നല്ല കോസ്റ്റ്ലി പരിപാടിയാണ്. കാരണം അതിനുള്ള മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളാണ് ഉപയോഗിച്ചേക്കുന്നത് എനിക്ക് മനസ്സിലായി. അപ്പൊ ഇത് നിങ്ങളിത് എങ്ങനെ, എന്ത് റേറ്റിലാണ് നിങ്ങൾ കൊടുക്കുന്നത്? നിങ്ങൾ റേറ്റ് കാരണം ഒരു മീഡിയം ലെവലിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊരു ബോക്സ് നിങ്ങൾ എത്ര രൂപയ്ക്കാണ് കൊടുക്കുന്നത്? നമ്മളെന്താ വെച്ചാൽ ഒരു ആൾക്ക് ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ അഫോർഡ് ചെയ്യാനുള്ള പ്രൈസിങ്ങിലാണ് നമ്മൾ നമ്മുടെ ബോക്സ് കൊടുക്കുന്നത്. നമ്മളിപ്പോ നോർമൽ ബോക്സ് ആണെങ്കിൽ ഒരു 160 മുതലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 80 ഗ്രാം ഈ 80 to 100 ഗ്രാം കൺജസ്റ്റഡ് ആയിട്ട് വെക്കാറില്ല യാസിൻ പറഞ്ഞ പോലെ. എന്താ വെച്ചാൽ ഇതിനൊരു 160 രൂപ ഒരാൾക്ക് 7 ദിവസം കഴിക്കാനുള്ള രീതിയിലേക്കാണ് നമ്മൾ കൊടുക്കുന്നത്. പിന്നെയുള്ള ഒരു പാക്കേജിങ് എന്താ വെച്ചാൽ നമ്മൾ മന്ത്ലി പാക്കേജ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു സബ്സ്ക്രിപ്ഷൻ പാക്കേജ് പോലെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനകത്തൊരു 600 രൂപയാണ് ഒരു മാസത്തിലേക്ക് വരുന്നത്. അതായത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസത്തിന് ഒരു 20 രൂപ, അതായത് ഒരു 20 രൂപ ചെലവിൽ
ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോവേവിന് ഒരു ദിവസത്തിന് ആവശ്യമായിട്ടുള്ള മൈക്രോവേവ് നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. അത് നമ്മൾ കൊടുക്കുന്നത് എങ്ങനെയാ വെച്ചാൽ ഇതേപോലുള്ള ബോക്സ് അവർക്ക് മാസത്തിൽ 4 വട്ടം ഓരോ ആഴ്ചയും മാറ്റി മാറ്റി വെച്ചുകൊണ്ടിരിക്കും. പിന്നെ അതിൽ പല രീതിയിലേക്കുള്ള മൈക്രോവേവ്സ് നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. കസ്റ്റമർ കസ്റ്റമൈസ് ചെയ്യാം, പുള്ളിക്ക് ഇന്നത് വേണമെന്ന് പറയുമ്പോൾ നമുക്ക് അത് ചെയ്ത് കൊടുക്കാം. ഇത് മാത്രം വേണം, റാഡിഷ് വേണം മാത്രം മതി എന്ന് പറഞ്ഞാൽ റാഡിഷ് മാത്രം വെറൈറ്റീസ് ഉള്ളത് അത് നമ്മൾ ചെയ്തു കൊടുക്കും. നമ്മൾ പറയും ഇങ്ങനെ മൈക്രോവേവ്സിന്റെ ആ കണ്ടന്റ് തന്നെ ഒരേ മൈക്രോവേവിന് ഫോളോ ചെയ്യാന്നല്ല, എല്ലാതും ട്രൈ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ നമുക്ക് അതിന്റെ ബെനിഫിറ്റ് കൃത്യമായിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കും, മിക്സ് കിട്ടും എല്ലാം. അപ്പോൾ ബീട്രൂട്ട് മൈക്രോഗ്രീൻ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഏകദേശം ഇതിന് പെർ kg വരുന്നത് 4000 രൂപയാണ്. അപ്പൊ ഈ 4000 രൂപയുടെ ബീട്രൂട്ട് മൈക്രോഗ്രീൻ ഒരു 100 grams വരുമ്പോൾ നമുക്കൊരു 400 രൂപ വരും. അത് നമുക്ക് മുമ്പ് അഫോർഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നമ്മളൊരു ഹെൽത്ത് മിക്സ് പോലെ എന്ത് ചെയ്യും, 1-2 കോസ്റ്റ്ലി ആയിട്ടുള്ള 1-2 ഐറ്റംസും നമ്മൾ ബാക്കിയുള്ളതും കൂടെ ആഡ് ചെയ്തിട്ട് ആ രീതിയിലേക്കുള്ള ഹെൽത്ത് മിക്സ് ഒരു 200 റുപ്പീസിന്റെ ഒക്കെ ഒരു ഹെൽത്ത് മിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട് ഒരാഴ്ചക്കുള്ള. അതിലൊരു 5-6 കണ്ടൻസ് സാധനങ്ങൾ നമുക്ക് അതിൽ ഇൻക്ലൂഡ് ആയിട്ട് വരും. അതേപോലെ തന്നെ ഈ മന്ത്ലി സബ്സ്ക്രിപ്ഷൻ പാക്കേജിലാണെങ്കിൽ പുള്ളിക്ക് ഒരു മാസത്തിൽ ഒരു തവണ കിട്ടുന്നത് ഈ തരത്തിലേക്കുള്ള ഒരു പ്രീമിയം ബോക്സ് ആയിരിക്കും. ചോദിക്കാനുള്ളത്, പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഡെലിവറി എങ്ങനെ ആളുകളിലേക്ക് എത്തിക്കുന്നത്, എങ്ങനെ നമ്മുടെ പ്രൊഡക്റ്റ്? ഞങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡോർ ടു ഡോർ ഡെലിവറിയാണ്, വീടുകൾക്ക് എത്തിച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഞങ്ങൾ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവൈലബിൾ ആക്കാനുള്ള പ്രോസസ്സിങ്ങിലാണ് അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഉടനെ പെരുന്തൽമണ്ണ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഉടനെ ഉണ്ടാവും, അവൈലബിൾ ആവും. നമ്മളിപ്പോൾ ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് കുറച്ച് ആളുകളെ നമ്മുടെ സറൗണ്ടിലുള്ള ആൾക്കാർക്ക് ഇത് എത്തിക്കാൻ പറ്റുന്നുള്ളൂ. അതല്ല, ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരുണ്ടാവും, അവർക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഇതിന്റെ ഒരു മിനിയേച്ചർ ഫോം ഉണ്ട്, അതായത് നമ്മൾ വീടുകളിൽ ചെയ്യാനായിട്ടുള്ള ചെറിയ സെറ്റ് നമ്മളെത്തുണ്ട്, നമ്മൾ അത് ചെയ്തു കൊടുക്കും. അവരുടെ വീടുകളിൽ പോയിട്ട് അതിന്റെ ട്രെയിനിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഫെസിലിറ്റി നമ്മൾ ചെയ്തു കൊടുക്കും. പിന്നെ ഇതൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അതിനും നമ്മൾ ഹെൽപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും. ഇതിന്റെ ഫാം ബിൽഡിംഗ് ആണെങ്കിലും അവരുടെ ട്രെയിനിങ്ങും മറ്റാണെങ്കിലും ഒക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. സീഡും റക്കറിംഗ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ വേണ്ടി കഴിയും. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. നമ്മുടെ ചാനലിലൂടെ 2 സംരംഭകരെ പരിചയപ്പെടാനായിട്ട് പറ്റി, വളരെ സന്തോഷമുണ്ട്. കാരണം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ഒരു പരിപാടിയാണ്. നമ്മുടെ നാട്ടിൽ തന്നെയാണ്, ഫ്രണ്ട്സ് തന്നെയാണ്, അവർ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവർ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പെരിന്തൽമണ്ണയാണ്. അപ്പോൾ പെരിന്തൽമണ്ണ ചുറ്റളവിൽ ആർക്കെങ്കിലും നമ്മുടെ മൈക്രോഗ്രീൻസ് ആവശ്യമുണ്ടെങ്കിൽ ഇവരായിട്ട് ബന്ധപ്പെടുക. ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ്, ഇവരുടെ നമ്പർ ഞാൻ ചാനലിന്റെ അടിയിലുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യുന്നതാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ സംശയം ഉണ്ടെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ പ്രൊഡക്റ്റ് ആവശ്യമുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഇതേതായാലും ഞാൻ കൊണ്ടുപോവാണ്, എനിക്ക് ഒരു തന്നേക്കാർ അല്ലേ, അതാട്ടോ. ഞാൻ ഏതായാലും ഇത് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, ഞാൻ ഒന്ന് കൊണ്ടുപോവാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ ഫീഡ്ബാക്കും കാര്യങ്ങളും ഞാൻ ചാനലിലൂടെ അറിയിക്കും കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞാൽ ഞാൻ ഏതായാലും ഇങ്ങോട്ട് വരും, വീട്ടിലെത്തിക്കാം. അതെ, അവരെ വീട്ടിലെത്തിക്കുള്ളൂ. ഞങ്ങൾ കാരണം വലിയ ദൂരം ഒന്നും, ഒരു 4-5 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ആണ്. പിന്നെ ഞങ്ങൾ എപ്പോഴും ടൗണിലേക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്. അപ്പൊ ഞാൻ എന്തായാലും കഴിഞ്ഞാൽ ഞാൻ എന്തായാലും വിളിക്കാം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.